നിങ്ങൾ എന്ത് വിട്ടിത്തമായി കാണിച്ചത്? നിയമത്തിന്റെ വഴിക്കല്ല അവനെ നമുക്ക് വേണ്ടിയിരുന്നത്. ആ തരകനെ കൊന്ന് കടലിൽ താഴ്ത്തിട്ടാണെങ്കിലും അവനെ പിടിച്ചോണ്ട് മുംബൈക്ക് വരണ്ടായിരുന്നോ? സോറി സാർ, ആ സർക്കിൾ ഇൻസ്പെക്ടർ അതിന് വഴങ്ങിയില്ല. അവനെ കോടതിയിൽ ഹാജരാക്കണം നിർബന്ധം പിടിച്ചു. യൂസ്ലെസ് ഫെലോസ്, നിന്നെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട എന്നെ തല്ലണം. മഹാരാഷ്ട്രയിൽ ആനപ്പുറത്തിരിക്കുന്ന ഞാൻ ഇവിടെ ഈ കേരളത്തിൽ വന്ന് വെറും ഒരു കൊടിച്ചുപട്ടിയെ പേടിക്കണം അല്ലേ? നാളെ മൂസേന്റെ മൊഴി വരുന്നോടെ എല്ലാം ക്ലിയർ ആവും സർ. മറ്റന്നാ നമുക്ക് അവനെ മുംബൈക്ക് കൊണ്ടുപോകാൻ പറ്റും. മഹാരാഷ്ട്ര അതിർത്തിയിൽ കാലെടുത്തു കുത്തുന്ന ആ നിമിഷം അവന്റെ കഥ കഴിഞ്ഞിരിക്കണം. എനിക്കൊരു സംശയം സർ. എന്ത് സംശയം? ഇവൻ രമേശ് ശർമ്മയാണെന്ന് തെളിഞ്ഞാല് 10 വർഷം മുമ്പ് തന്നെ തല്ലി മൃതപ്രായനാക്കി കടലിലെറിഞ്ഞ സാറാണെന്ന സത്യം അവൻ കോടതിയിൽ പറഞ്ഞാലോ? അവൻ പറയുന്നത് ആര് വിശ്വസിക്കാൻ? അവന് തെളിവുകൾ വലുതും ഹാജരാക്കാൻ പറ്റൂ. മാത്രമല്ല, ഇതൊക്കെ അവൻ മുംബൈ കോടതിയിലല്ലേ വന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് അവന്റെ ശവദാഹം നടക്കുമല്ലോ. തിരിച്ചു വന്നു. എവിടെയാണ് പത്രോസ്? അവിടെ ഉണ്ട് മുതലാളി. പത്രോസേ, എന്ത് പറ്റി? എന്റെ മകൻ ആരോരുമില്ലാതെ നടുക്കടലിലൊറ്റയ്ക്ക്, ആരും സഹായത്തിനില്ല. കടലിൽ ശോഭിച്ചെടുക്ക. ഞാൻ പോകും. ഞാനാ പത്രോസ്. അവനെല്ലാവരും അവനെ കൊണ്ടുവരും. ഇവിടെ വരാൻ പത്രോസേ, ഞാനാ മുതലാളിയെ വിളിക്കുന്നത്. പത്രോസേ, ഇവിടെ വരാൻ. പത്രോസേ, എന്റെ ബ്ലാക്ക് അല്ല. ബ്ലാക്ക് എവിടെ? കർത്താവേ, ജീവനുണ്ടല്ലോ. ബ്ലാക്ക് ഇതാരാ? എന്താ പത്രോസേ നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ബ്ലാക്ക് നിങ്ങളുടെ മകനാണോ? മകനാണാന്ന് ചോദിച്ചാ തക്കംപുറത്തിരിക്കുന്ന ജഡ്ജി സാറേ, മംഗലാപുരത്ത് വെച്ച് എന്റെ ഭാര്യ ആഗ്രേസ് പ്രസവിച്ച മകനാണിത്. ഇനിയും സംശയമാണ് എന്റെ ഭാര്യയോട് പോയി ചോദിക്കും. നിങ്ങളുടെ ഭാര്യ ഇപ്പൊ എവിടെ ഉണ്ട്? അവള് ചത്തുമോളിൽ പോയി. അവിടെ പോയി ചോദിക്കാൻ പറ്റുകയല്ലോ. എന്റെ ഭാര്യ മരിച്ച കാര്യം കേട്ടപ്പോ നിങ്ങൾക്ക് ചിരിയാണല്ലേ? അവള് പോയതിനു ശേഷം എവരെ വളർത്താൻ ഞാൻ എന്തും മാത്രം കഷ്ടപ്പെട്ടത് നിങ്ങൾക്കറിയാമോ? ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ മകനെ എങ്ങാണ്ടൊന്ന് വന്ന് കൊളാണ്ടർമാർ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോയാ വിട്ടുകൊടുക്കത്തില്ല കേട്ടാ. എന്നെ കൊന്നിട്ട് അവന്മാർ കൊണ്ടുപോട്ടെ. അറിയാൻ മുതലാളി, എവൻ പോയാ എനിക്ക് ആരുമില്ല കേട്ടാ. ഞാൻ കടലിൽ ചാടി ചത്ത് കളയും. അയ്യോ, അവന് വിഷമമുണ്ടടി. അപ്പോ ഇത് നിങ്ങളുടെ മകൻ തന്നെ അല്ലേ? നിങ്ങൾ സ്വന്തം അപ്പനും അല്ലേ? എന്റെ ഭാര്യ ചാരിത്രമുള്ളവളായിരുന്നേ. സൈലൻസ് യുവർ ഓണർ. ഇത് പച്ചക്കള്ളമാണ്. അത് തെളിയിക്കാൻ അത്യാവശ്യം വിസ്തരിക്കേണ്ടത് മംഗലാപുരത്തുകാരൻ ഒരു മുതലിയാരെയാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അയാൾ കോടതിയിൽ ഹാജരായിട്ടില്ല. കൂർമ്മബുദ്ധിയുള്ള IPS ഓഫീസറായ ഈ പ്രതി അയാളെ മനഃപൂർവ്വം മാറ്റിയതെ ഞാൻ സംശയിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. കൂർമ്മ ബുദ്ധിയുള്ള IPS ഓഫീസർ അല്ലത്, മന്ദബുദ്ധിയായ ബ്ലാക്ക് ആണ്. യെസ്, അടുത്ത വിറ്റ്നസിനെ വിളിക്കൂ. ആ പ്രതിക്കൂട്ടി നിൽക്കുന്ന ആളെ അറിയാമോ? അറിയാം. എങ്കിൽ പറ, ബ്ലാക്കോ രമേശ് ശർമ്മയോ? ആരാണ് ഇയാൾ? ഈ പറഞ്ഞാൽ ആരെങ്കിലും ഒരാളായിരിക്കും. സമ്മതിച്ചു.
പക്ഷെ ആയുർവേദത്തിൽ ഇന്നുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ചികിത്സാ രീതിയിലൂടെ താങ്കൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന രമേശ് ശർമ്മ IPS അല്ലേ ആ പ്രതിക്കൂട്ട് നിൽക്കുന്നത്? വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. പഠിച്ച ഗ്രന്ഥങ്ങളെയും ഗുരുക്കന്മാരെയും സാക്ഷി നിർത്തി മാനുഷിക മൂല്യങ്ങൾ പരിഗണിച്ച് ഞാൻ സത്യം ചെയ്ത് പറയുകയാണ്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നയാൾ മഹാരാഷ്ട്ര പോലീസ് ആവശ്യപ്പെടുന്ന രമേശ് ശർമ്മയാണ്. എന്നെനിക്ക് പറയാനാവില്ല. ഇത് ബ്ലാക്കാണ്, ബുദ്ധിമാന്യമുള്ള ബ്ലാക്ക്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ബഹുമാനപ്പെട്ട മൂസത് പറഞ്ഞത് പച്ചക്കള്ളമാണ്. ആരുടെയോ ഭീഷണിക്ക് മുമ്പിൽ അദ്ദേഹം സത്യം മാറ്റി പറയുകയാണ്. അടുത്ത വിറ്റ്നസിനെ വിളിക്കൂ. ഈ വാങ്ങാനും നുണ പറഞ്ഞാൽ കൊന്നു പറിച്ചുകറി പുറംകടലെറിയില്ല. അത് വ്യാണ്ട കുമ്പാരി, അതെനിക്ക് വിട്ടായിരുന്നു. സ്വന്തം വല്യച്ഛനെയും കുടുംബ സുഹൃത്തായ അഗർവാളിനെയും കൊന്നത് ബ്ലാക്ക് എന്ന ഈ രമേശ് ശർമ്മയാണെന്ന് മുംബൈ പോലീസിന് മൊഴി കൊടുത്തത് നിങ്ങളല്ലേ? അതെ. അപ്പോൾ ഇത് രമേശ് ശർമ്മയാണ്. കമാൺ. ടെൽ മീ. അല്ല. സൈലൻസ്. ശബ്ദം ഉണ്ടാക്കരുത്. നിങ്ങൾ കോടതി അവഹേളിക്കുകയാണ്. അല്ല സർ, എനിക്കറിയാവുന്ന രമേശ് ശർമ്മയുടെ രൂപസാദൃശ്യം ഇയാളിൽ കണ്ട് എനിക്ക് തോന്നിയ അബദ്ധമാണ്. തെറ്റെന്റേതാണ്. ഇയാൾ രമേശ് ശർമ്മയല്ല, ബ്ലാക്ക് ആണ്. യുവർ ഓണർ, ബഹുമാന്യനായ മൂസദും മരിച്ചുപോയ രമേശ് ശർമ്മയെ നേരിട്ടറിയാമായിരുന്ന മിസ് മീനാക്ഷിയും കോടതിയെ സത്യം ബോധിപ്പിച്ചിരിക്കുകയാണ്. ഇനിയും ഇയാളെ പീഡിപ്പിക്കുന്നത് ദുഃഖകരമാണ്. ഇയാളെ വെറുതെ വിടാനുള്ള ദയവുണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. കോടതി വെറുതെ വിടുന്നെങ്കിൽ വിടട്ടെ, പക്ഷേ നമുക്ക് അവനെ വേണം. ഇവിടുത്തെ പീറ പോലീസുകാർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്തേക്ക്. ജീവനോടെ കിട്ടിയില്ലെങ്കിൽ എനിക്കപ്പോഴേ അറിയാവേ. ബ്ലാക്ക്, ഒരു കാര്യം ചോദിക്കാനുണ്ട്. വന്നേ. അങ്ങാട്ട് ചെല്ലു മകനെ. നല്ല പൊളപ്പം വക്കീലാണ്. ഇത്രയും വലിയ ആക്ടറാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പറ, ഇനി എന്താ നിന്റെ ഉദ്ദേശം? ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അവസാനത്തേക്ക് വെച്ചിരിക്കല്ലേ? മനസ്സിലായില്ല. പ്രഫുല്ല കുമാർ, അവനെ കൂടി എനിക്ക് വേണം. രമേശ്? യെസ്, അതും കൂടി ഞാൻ ചെയ്യും. ഒരു തെളിവും ബാക്കി വെക്കില്ല. അതിനുവേണ്ടി എന്ത് വേഷവും ഞാൻ കെട്ടും. നീ അമ്മയെ കാണാൻ തറവാട്ടിലേക്ക് പോകുന്നു എന്നല്ലേ പറഞ്ഞത്? പൊയ്ക്കോളൂ. തമ്മിൽ കാണാൻ കഴിഞ്ഞാൽ കാണാം. അത് ബ്ലാക്കായോ രമേശായോ എനിക്കറിയില്ല. എന്തായാലും എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടിയല്ല. മരുമകനെ. മീനു ചേച്ചി. ചെല്ല, മീനു ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. ബ്ലാക്കിനെ വെറുതെ വിട്ടു അല്ലേ? വിട്ട് കേട്ടാ. കുറച്ചു നേരമെങ്കിലും ഈ ബ്ലാക്കിന് എന്റെ മുമ്പിൽ രമേശായി നിന്നൂടെ? മീനാക്ഷി, 10 വർഷം മുൻപ് ഇനി ഒരിക്കലും കേൾക്കാൻ കഴിയില്ലെന്ന് കരുതിയ ശബ്ദമായത്. മറ്റുള്ളവർ കാണുക ഇനി രമേശായി നിൽക്കാനോ ശബ്ദിക്കാനോ എനിക്ക് കഴിയില്ല മീനാക്ഷി. അറിയാം, എല്ലാം അറിയാം. അന്ന് ഡാഡിയും കൂട്ടരും രമേശിനെ തല്ലി കടലിലെറിഞ്ഞതിന് ഞാനും കൂട്ടുനിന്ന് കരുതിയാണോ എന്നെ കൊല്ലാൻ തീരുമാനിച്ചത്? ഇല്ല, അങ്ങനെ ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല മീനാക്ഷിയെ. എനിക്കറിയാം. പിന്നെ എന്തിനെന്നെ കൊല്ലുമെന്ന് മൂസത് സാറിനോട് പറഞ്ഞത്? ഞാൻ മനഃപൂർവ്വം പറഞ്ഞത്. രമേശായി നിന്റെ മുന്നിൽ വന്നാൽ എന്റെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമാവുമെന്ന് എനിക്ക് തോന്നി. എന്റെ ദുഃഖങ്ങളുമായി ഞാൻ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ഒരപേക്ഷയുണ്ട്. എന്റെ ഡാഡിയെ വെറുതെ വിടണം. കോടതിയിൽ എനിക്ക് അനുകൂലമായി മൊഴി പറഞ്ഞതിന് പകരമാണ്? അല്ല, ദാനം ചോദിക്കുക.
അച്ഛനായി പോയതുകൊണ്ട് മാത്രം. എന്റെ അവസാനം കാണേണ്ടത് മീനാക്ഷിയുടെ അച്ഛന്റെ ആവശ്യമാണ്. അതൊരിക്കലും ഉണ്ടാവില്ല. രമേശ് ഇവിടെ സുഖമായി ജീവിക്കും. എന്നും എന്റെ രമേശിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കോടതി മുറ്റത്ത് എന്തായി കാണിക്കുന്നത്? പോലീസ്, യു മകനെ. നോ നോ റാസ്കൽസ്, ആ ജഡ്ജിയെ വെടിവെച്ച് കൊന്നിട്ടായാലും അവനെ ഇവിടെ കൊണ്ടുവരുന്നതിന് പകരം വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? റാസ്കൽസ്, നീയൊക്കെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കോടതിയുടെ മുമ്പിൽ വെച്ച് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. നീ മിണ്ടിപ്പോരുത്. വേണം, എനിക്കവനെ വേണം. ഡാഡി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. Shut your bloody mouth. ഡാഡി, അത് രമേശ് അല്ല. ഞാനല്ലേ ബ്ലാക്ക് എന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങളോടൊക്കെ പറഞ്ഞത്? ആ, ഞാൻ തന്നെ പറയുന്നത്. അത് രമേശ് ശർമ്മയല്ല, ബ്ലാക്ക് ആണ്. നീ അങ്ങനെ പറയൂ. നിന്റെ കാമുകനല്ലായിരുന്നോ അവൻ? എന്ന് കരുതി എന്റെ അച്ഛനെ കൊല്ലാൻ ഞാൻ കൂട്ടു നിൽക്കുവോ? രൂപസാദൃശ്യം കണ്ടപ്പോ എനിക്കൊരു തെറ്റ് പറ്റിയതാ. സത്യമായിട്ടും അത് ബ്ലാക്ക് തന്നെയാ. ഓക്കെ, ഞാൻ വിശ്വസിക്കാം. പക്ഷേ എനിക്കവനെ ഒന്ന് കാണണം. അവനെ നിനക്കിവിടെ കൊണ്ടുവരാൻ കഴിയോ? പറ, കൊണ്ടുവരാമോ?